കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് ആംഗിൾ ബൈ എ ഡയമീറ്റർ. അതായത് കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ് ആംഗിൾ ബൈ എ ഡയമീറ്റർ. നമുക്കറിയാം ആംഗിൾ ബൈ എ ഡയമീറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് ആ ലൈനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ബൈ ദ നെയിം ഡയമീറ്റർ. ഇപ്പോൾ ഇത് എ ബി ആണെങ്കിൽ അത് എ ബി ഇസ് ദ ഡയമീറ്റർ. ഇനി അത് കറക്റ്റ് സർക്കിളിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഡയമീറ്റർ ആയതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ടും ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? അതിന്റെ പകുതി 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ഇതിലെ ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ഡയമീറ്റർ എന്ത് സബ്റ്റെൻഡ് ചെയ്യും? ഇറ്റ് സബ്സ്റ്റൻസ് ആൻ ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും എന്താണ് ഡയമീറ്റർ സബ്റ്റെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ്. ഓക്കെ, സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് എ ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ എം ഡ്രോയിങ് എ ലൈൻ സെഗ്മെന്റ് ഔട്ട്സൈഡ് ദാറ്റ് സെന്റർ. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ലൈനിന് നമ്മൾ പറയുന്ന പേരെന്താ? വി കോൾ ഇറ്റ് ബൈ ദ നെയിം കോഡ്. വി കോൾ ഇറ്റ് ബൈ ദ നെയിം വാട്ട്? കോഡ് ഓഫ് എ സർക്കിൾ. So this code need not subtend what? 90 degree. ഈ കോഡ് എന്താവണമെന്നില്ല, 90 ഡിഗ്രി ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇഫ് ദാറ്റ് കോഡ് ഇസ് എ ഡയമീറ്റർ, ഈ കോഡ് ഒരു ഡയമീറ്റർ ആണെങ്കിൽ എന്താണ്? നമുക്ക് ആംഗിൾ എന്താകാം? 90 ഡിഗ്രി ആകാം. അതർ ദാൻ ദാറ്റ്, ഇഫ് ദാറ്റ് കോഡ് ഇസ് നോട്ട് എ ഡയമീറ്റർ, ഇറ്റ് ഡസ് നോട്ട് സബ്റ്റെൻഡ് ഹൗ മച്ച്? 90 ഡിഗ്രി. ഇനി അങ്ങനെ 90 ഡിഗ്രി അല്ലെങ്കിൽ ആ കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇസ് ദർ എനി പെക്യൂലിയാരിറ്റി ഫോർ ദ ആംഗിൾസ് വിച്ച് ഇസ് ഫോംഡ് ബൈ ദ കോഡ്? സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ല എന്ന് പറഞ്ഞു. ദെൻ വാട്ട് അബൌട്ട് ദ ആംഗിൾസ്? യു ക്യാൻ സീ ഇഫ് ദിസ് ഇസ് എ കോഡ്, എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ആണെങ്കിൽ ആ കോഡിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു ആംഗിൾ വരയ്ക്കാം. സപ്പോസ് ദാറ്റ് ആംഗിൾ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് ആംഗിൾ എ എം ബി. ഓക്കെ, ഏതാണ് ആംഗിൾ? ആംഗിൾ എ എം ബി. ആൻഡ് താഴോട്ട് ആംഗിൾ എ എൻ ബി. അതായത് സർക്കിളിന്റെ രണ്ട് സെഗ്മെന്റിലോട്ടും ടു ദ മേജർ സെഗ്മെന്റ് ആസ് വെൽ ആസ് ടു ദ മൈനർ സെഗ്മെന്റ് ഐ ഹാവ് ടു ആംഗിൾസ് റൈറ്റ് നൗ. അല്ലെ? അപ്പൊ ഇങ്ങനെ എ ബി എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് എനിക്ക് മുകളിലോട്ടും താഴോട്ടും രണ്ട് ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഐ ജസ്റ്റ് മാർക്ക് ടു ആംഗിൾസ് ദർ ഇൻ ദ മേജർ സെഗ്മെന്റ് ആസ് വെൽ ആസ് ദ മൈനർ സെഗ്മെന്റ്. നൗ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ടു ആംഗിൾസ്? ഓക്കെ, ബിഫോർ ഗോയിങ് to study about what is the speciality of these two angles, അതായത് ആംഗിൾ എ എം ബിയും ആംഗിൾ എ എൻ ബിയും തമ്മിലുള്ള സ്പെഷ്യാലിറ്റി നോക്കുന്നതിന് പകരം ഫസ്റ്റ് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ആംഗിൾ മെയ്ഡ് ഇൻ വൺ സിംഗിൾ സെഗ്മെന്റ്. അതായത് എ ബി എന്ന് പറയുന്ന ഈ കോഡിന്റെ അപ്പർ സൈഡിൽ വരുന്ന സെഗ്മെന്റ്, ദാറ്റ് ഈസ് എ മേജർ സെഗ്മെന്റ്. അല്ലെ? ആ മേജർ സെഗ്മെന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? And that speciality is, if I draw another angle here, suppose AOB. Okay, AOB. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. Now look at these two angles AOB and what is the other angle formed in the upper or the major segment? AMB. These two angles are on the same segment. അല്ലേ? യെസ്, മേജർ സെഗ്മെന്റിലാണ് ഈ രണ്ട് ആംഗിൾസും ഉള്ളത്. അങ്ങനെ മേജർ സെഗ്മെന്റിലാണ് ഈ രണ്ട് ആംഗിൾസും ഇരിക്കുന്നതെങ്കിൽ their values will be equal. That is, angle AOB will always be equal to angle AMB. ക്ലിയർ? അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആണെന്ന് പറയാം? 30 ഡിഗ്രി ആണെന്ന് തന്നെ നമുക്ക് കൃത്യം എഴുതാം. ആൻഡ് ദ റീസൺ ഈസ് വെരി സിമ്പിൾ. യു ജസ്റ്റ് ഹാവ് ടു സേ ദേ ബോത്ത് ആർ ആംഗിൾസ് മെയ്ഡ് ബൈ ദ സെയിം കോഡ്. എ ബി എന്ന് പറയുന്ന ആ കോഡ് ആൻഡ് ദാറ്റ് കോഡ് മെയ്ഡ് ദ ആംഗിൾസ് AOB ആസ് വെൽ ആസ് AMB ഓൺ ദ സെയിം സെഗ്മെന്റ്. അല്ലെ? അതായത് അപ്പർ സെഗ്മെന്റ് അല്ലെങ്കിൽ മേജർ സെഗ്മെന്റിലോട്ടാണ് ആ രണ്ട് ആംഗിൾസും സബ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. So in that case, we can say that both the angles will be equal in measurement. Now, what about the lower one? Angle A and B ഞാൻ വരച്ചല്ലോ. ഇത് ഏത് സെഗ്മെന്റിലോട്ടാ? ചെറുതായിട്ടിരിക്കുന്നതുകൊണ്ട് we call it by the name minor segment. ആണല്ലോ. അപ്പൊ ഈ മൈനർ സെഗ്മെന്റ് ഇരിക്കുന്ന ഈ ആംഗിളും അതുപോലെ മൈനർ സെഗ്മെന്റിലോട്ട് ഞാൻ വേറെ ഒരെണ്ണം വരയ്ക്കുകയാണെന്ന് വെച്ചോ. Suppose I'm drawing another one here. This is APB. Okay. So now you have two angles, angle ANB and angle APB. Are they also in the same segment? ഇതും ഒരേ സെഗ്മെന്റിലാണല്ലോ. യെസ്, മൈനർ സെഗ്മെന്റിലോട്ട് ആണെങ്കിലും they both are also in the same segment. And are they subtended by the same code? AB എന്ന് പറയുന്ന കോഡ് തന്നെയല്ലേ ഈ രണ്ട് ആംഗിൾസും ഫോം ചെയ്യുന്നത്? ആംഗിൾ ANBയും അതുപോലെ തന്നെ ആംഗിൾ APBയും. അതെ, അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് പറയാം? The angle values will be equal to each other. The angles value will be equal to each other.
ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് ഓൺ ദ സെയിം സൈഡ് ആർ ഓൾ ഈക്വൽ. മനസ്സിലായോ? അപ്പൊ ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ കോഡ്, ഇതാണ് കോഡ്, അപ്പൊ ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളും എക്സ് ആയിരിക്കും, ഇവിടെയും സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എക്സ് ആയിരിക്കും. താഴോട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കും, അതുപോലെ ഇതും വൈ തന്നെ ആയിരിക്കും. ക്ലിയർ? So understood, the angles formed in the segment by the same code. ഒരേ കോഡാണ്, കോഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ കോഡ് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കണം? സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, so that is the first thing that we have to study in the session. So now here we can see that angle by the code are equal. Angle by the same code are what? Equal. So if I take this code AB here, അല്ലെ, AB എന്ന് പറയുന്ന ആ കോഡ് ഞാൻ ഇവിടെ എടുത്താൽ, AB എന്ന് പറയുന്ന കോഡ് ഇവിടെ എടുത്താൽ, അത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താണ്? You can say that this is a combined x plus y ആണല്ലോ. Yes. So this angle will be x plus y, and if I draw another one, ഇങ്ങോട്ട് ഞാൻ വരച്ചാൽ അതും എന്ത് തന്നെ ആയിരിക്കും? That angle also will be x plus y. അതുപോലെ ഇങ്ങോട്ട് വരച്ചാലോ, that angle will also be x plus y. Clear? അപ്പോൾ ഒരേ സെഗ്മെന്റിലോട്ട് ഞാൻ ഈ വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? അവിടെ ഈക്വൽ തന്നെ ആയിരിക്കും. ഒരേ സെഗ്മെന്റിലോട്ട് വരയ്ക്കുന്ന ആംഗിൾസ് അവിടെ എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇനി ആ ഈക്വൽ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസിന് സെൻട്രലിൽ ഫോം ചെയ്യുന്ന ആംഗിൾസുമായിട്ട് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. സോ ഇഫ് ദിസ് ട്രയാങ്കിൾ OAP, ഐ എം കൺസിഡറിംഗ് ദിസ് ട്രയാങ്കിൾ OAP, അതിൽ OPയും OAയും ഈക്വൽ ആണല്ലോ. അതെ, അതായത് ഇറ്റ് ഈസ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടത്തെ ആംഗിളിന്റെയും വാല്യൂ, ബിക്കോസ് ദേ ആർ having equal sides and the angle opposite to the equal sides will also be equal. So if this is x, the other angle over here will also be x degree. അതുപോലെ ഇവിടെയും I can have another isosceles triangle OPB. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ y ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? That will also be y. Clear? Okay, so you got x and x here, y and y over here. Now what I'm going to do here is, ഞാൻ ഇവിടെ എന്ത് ചെയ്യാ, I'm just drawing an extended line. Okay, ഈ OP എന്ന് പറയുന്ന ലൈൻ ഞാൻ എന്ത് ചെയ്യാണ്? I'm just extending it downwards. Okay, ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. So if I extend this line OP, am I getting an exterior angle over here? Yes, so I'm getting an exterior angle over here. Of which triangle? OAP. ഈ ട്രയാങ്കിളിന്റെ exterior angle ആണത്. അതുപോലെ ഈ സൈഡിൽ വരുന്നത് എന്താണ്? Am I getting another exterior angle for OPB? OPB എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഒരു exterior angle അല്ലേ അത്? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളില് exterior angle എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It will be equal to the sum of interior opposite angles. It will be equal to the sum of interior opposite angles. So ഈ exterior angle-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എക്സും എക്സും ആണ്. സോ ദാറ്റ് ഈസ് 2x. അതുപോലെ ഇത് വൈയും വൈയും ആണെങ്കിൽ ദിസ് exterior angle will be 2y. Now using this 2x and 2y, can you find out the central angle AOB? AOB എന്ന് പറയുന്ന നടുക്കിരിക്കുന്ന ആംഗിൾ എത്രയാണ്? Is it 2x plus 2y or can you write as 2 into x plus y? അതെ, ഈ x plus y എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ? ഏതാ? ഈ P എന്ന് പറയുന്ന ആംഗിൾ. അല്ലെങ്കിൽ you can also write as 2 angle APB. Is it 2 angle APB? Yes, it is 2 angle APB. So that means you got a criteria here. എന്താണ് ആ കിട്ടിയ criteria? The central angle formed by the same chord will be double the angle formed by that chord in the opposite segment. Okay, അതായത് ഈ സെഗ്മെന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്, സെൻട്രലിൽ ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ? യെസ്. So that is one major theorem that we have to remember. Okay, and now talking about the angle made by the same chord in the smaller part, അതായത് താഴോട്ടുള്ള സെഗ്മെന്റിലാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിളും എന്തായിരിക്കും? നമുക്കറിയാം ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ക്ലിയർ? അണ്ടർസ്റ്റുഡ്? മനസ്സിലായല്ലോ? ഇനി നേരത്തെ പറഞ്ഞ തീറം അനുസരിച്ച്, നേരത്തെ ഒരു തീറം ഞാൻ പറഞ്ഞല്ലോ, എന്താണ്? ഒരു സർക്കിൾ ആണെങ്കിൽ അത് എടുക്കുമ്പോൾ എന്താണ് കോഡ് ഫോം ചെയ്യുന്ന സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സെഗ്മെന്റിൽ ഫോം. ഇനി ഇവിടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സ്മോളർ പാർട്ടിലാണെങ്കിൽ ഈ ആംഗിൾ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഇത് ഏതിൻ്റെങ്കിലും ഡബിൾ ആയിരിക്കുമോ? ആയിരിക്കും. സോ ഇതിന്റെ ഡബിൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇത് എക്സ് ആണെങ്കിൽ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ അല്ല, സെൻട്രൽ ആംഗിൾ അല്ല, സെൻട്രൽ ആംഗിളിന്റെ റിഫ്ലെക്സ് ആംഗിൾ. സോ ദാറ്റ് മീൻസ് ദിസ് പാർട്ട്,
this part will be double that. അപ്പോൾ ഇത് x ആണെങ്കിൽ ഈ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായിരിക്കും 2x. ക്ലിയർ? അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ ബി എന്ന് പറയുന്ന കോഡ് മേജർ സെഗ്മെന്റിൽ മുകളിലോട്ടാണെങ്കിൽ ഇത് 60 ആണെങ്കിൽ അത് അതിന്റെ പകുതി 30. ഇനി താഴോട്ടാണെങ്കിൽ മൈനർ സെഗ്മെന്റിലോട്ടാണെങ്കിൽ ഇഫ് ദിസ് ആംഗിൾ ഇസ് എക്സ്, ദിസ് ഇസ് നോട്ട് 2x, അതിന് ഓപ്പോസിറ്റ് വരുന്ന റിഫ്ലക്സ് ആംഗിൾ ആണ് അതിന്റെ ഡബിൾ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇഫ് ദിസ് ഇസ് 100 ഡിഗ്രി, ദിസ് ആംഗിൾ വിൽ ബി 2 into 100. ഹൗ മച്ച്? It will be nothing but 200 degrees. Okay, clear? So that is the angle formed by the chords in both parts. Smaller part nammal nokki, bigger part nammal nokki. Now just read this. Any chord which is not a diameter splits the circle into unequal parts. അല്ലേ? അതായത് ഡയമീറ്റർ അല്ലാതെ നമ്മൾ ഒരു സർക്കിളിനെ ഒരു കോഡ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ സർക്കിളിനെ രണ്ട് അൺഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി 2 points on the larger part to the ends of the chord is half the angle got by joining the center of the circle to these ends. ഇത് വായിക്കുമ്പോൾ വളരെയധികം കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഫിഗർ വരച്ചാൽ വളരെ എളുപ്പമാണ്. എന്താണ്? എ ബി എന്ന് പറയുന്ന ഒരു കോഡ്, അത് സെന്ററിലോട്ട് ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നു, ഇവിടെ ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നു. ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെന്ററിലുള്ളത്. അത്രേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഈ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ദി ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ദ സ്മോളർ പാർട്ട്. സ്മോളർ പാർട്ടിൽ ഫോം ചെയ്ത് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇത് y ആണെങ്കിൽ ഇറ്റ് ഈസ് equal, it is half the angle at the center subtracted from 180 degree. അതായത് 180 ഡിഗ്രിയുടെ എന്താണ് സബ്ട്രാക്ട് ചെയ്തിട്ട് സപ്ലിമെന്ററി ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ അതിന്റെ ഹാഫ് എടുക്കാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മാത്രം മതി? ഇത് y ആണെങ്കിൽ എന്തെടുക്കുക? റിഫ്ലക്സ് ആംഗിളിനെ ഡബിൾ ആ ആംഗിൾ എടുക്കുക. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഇസ് ഹൗ യു ഗെറ്റ് ദ ഡബിൾ ഓഫ് ദാറ്റ് ആംഗിൾ. സോ ഇതാണ് ഈ ഒരു പേജിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ. ഒന്ന് വായിച്ചു നോക്കുക, ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫിഗർ വരച്ചു നോക്കുക. അതർ ദാൻ ഡ്രോയിങ് ദ ഫിഗർ ദർ ഇസ് നോ അതർ ഓപ്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, അപ്പൊ ഫിഗർ വരച്ച് തന്നെ നോക്കുക. ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ ആംഗിൾ മെയ്ഡ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോഡ്. അതായത് ഒരു കോഡിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നത് ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇസ് ദർ എനി സ്പെഷ്യാലിറ്റി ഫോർ ദ ആംഗിൾസ് ഫോംഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ്? സോ റീഡ് ദിസ്. എന്താണ്? ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ an arc on the alternate arc are equal. അത് നമ്മൾ പഠിച്ചു. ആൻഡ് എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ an arc and its alternate are what? Supplementary. അപ്പോൾ ഒരു പെയർ എടുക്കുകയാണെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് എന്താണ് സെഗ്മെന്റിലെ രണ്ട് ആംഗിൾസ് എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് സപ്ലിമെന്ററി ആയിരിക്കും. വാട്ട് വിൽ ബി ദാറ്റ് റിലേഷൻ? ഇറ്റ് വിൽ ബി സപ്ലിമെന്ററി. ഓർ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സം, ആംഗിൾസിന്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? സോ ഇഫ് ദിസ് ഇസ് സി, ഇത് സി ആണെങ്കിൽ ഇത് അതിന്റെ പകുതിയാണ്, ഹാഫ് ഓഫ് സി. നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ ഇത് ഡി ആണെങ്കിൽ ഇത് ഹാഫ് ഓഫ് ഡി. ഓക്കെ, നമുക്കറിയാം ഈ നടുക്കത്തെ ആംഗിൾസ്, അതായത് ഇഫ് ഐ ടേക്ക് ദീസ് ടു ആംഗിൾസ്, ഓക്കെ, ഞാൻ ഇത് ഒന്നുകൂടെ വരയ്ക്കാം. ഇഫ് ഐ ടേക്ക് ദീസ് ടു ആംഗിൾസ്, ഇതും എടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് സി പ്ലസ് ഡി? അത് 360 ഡിഗ്രി ആണ്. ദാറ്റ് വിൽ ബി 360 ഡിഗ്രി. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ ഇരിക്കുന്ന ആംഗിൾ ഹാഫ് സിയും ഇവിടെ ഹാഫ് ഡിയും. അപ്പൊ ഹാഫ് സി പ്ലസ് ഹാഫ് ഡി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അപ്പൊ അതിൽ രണ്ടിലും ഹാഫ് കോമൺ ഉണ്ട്. ഹാഫ് ഇൻറ്റു സി പ്ലസ് ഡി. ഇനി സി പ്ലസ് ഡി നമുക്കറിയാം 360. അപ്പൊ ഹാഫ് ഇൻറ്റു 360. അപ്പൊ ഹാഫ് ഇൻറ്റു 360 എത്രയാണ്? 180 ഡിഗ്രി. അതായത് ഓപ്പോസിറ്റ്, അതായത് ഇത് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ആണെങ്കിൽ, ഇഫ് ഐ എം കണക്ടിങ് ദിസ് എ ആൻഡ് ബി, ഐ വിൽ ഗെറ്റ് എ കോഡ്. അല്ലെ, ഒരു കോഡ് കിട്ടും. ആ കോഡ് ഇവിടെ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ എ എം ബിയും അതുപോലെ താഴെ എ എൻ ബിയും ആണെങ്കിൽ ആ ആംഗിൾ എ എം ബി പ്ലസ് ആംഗിൾ എ എൻ ബി എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി ആണ്. ബിക്കോസ് they are supplementary. Clear? മനസ്സിലായല്ലോ? What is the relation between the angles made on the opposite sides of the chord? So ഇത് എത്ര ഡിഗ്രി എടുക്കുക? This one I am taking it as 40 ഡിഗ്രി. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ ഒറ്റയടിക്ക് നമുക്ക് പറയാം it is 180 minus 40. കാരണം it is supplementary. The relation is that they are both supplementary. So 180 minus 40 will be 140 degree. So if this is 40, this one will be 140 degree. Clear? Okay. So now we have a question here. In picture, O is the center of the circle and ABC are the points on it. Prove that angle OAC plus angle ABC is equal to how much? 90 degree. So OAC, this angle, and OBC, or sorry, ABC, this angle. The sum of these two angles should be equal to what? 90 degrees, what they have asked us to prove. So what I'm going to do here is I'm joining these
പോയിന്റ്സ്. ഞാൻ ഇതിനൊന്ന് ജോയിൻ ചെയ്യാണ്. സോ ഐ എം ജോയിനിങ് ഒ സി. ഓക്കെ, ഒ സി ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ ആംഗിൾ എക്സ് കൊടുത്തു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതും എത്ര തന്നെയാണ്, അതും എക്സ് തന്നെയാണ്. നൗ ഐ എം ജോയിനിങ് ഒ ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇത്രയും ഭാഗം y എന്ന് കൊടുത്തു. സോ ഇഫ് ദീസ് ടു ആർ ഈക്വൽ, ഇഫ് ദിസ് ഇസ് y, ദിസ് ഇസ് ഓൾസോ വാട്ട് y. ഓക്കെ, അത്രയും ഭാഗം y ആണ്. ഇത്രയും മനസ്സിലായല്ലോ? You understood this much, right? So I have x, this one, and this one has x, and this one y, and this one is also y. Now what they have asked us to put, OAC plus ABC is 90 degree. So look here, ഈ angle total എത്രയാണ്? This ACB, angle ACB is nothing but x plus y. Angle ACB is nothing but x plus y. Angle AOB is double of that. So double of x plus y means what? 2 into x plus y. So this angle over here is double. നമ്മൾ അതിപ്പോ പഠിച്ചതേ ഉള്ളൂ. സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സെഗ്മെന്റിലുള്ള ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. So this is 2x plus y. Now if this is 2x plus y, can you see that these two are also the same length because they are the radii of the circle? Yes. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ടോട്ടൽ ആംഗിൾസ് നമുക്കറിയാം 180 ഡിഗ്രി ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, സപ്പോസ് ഐ എം പുട്ടിംഗ് ഇറ്റ് ആസ് കെ, ഇതിനെ കെ എന്ന് കൊടുക്കുക. അപ്പൊ ഈ ഒരു കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് നടുക്കത്തെ ആംഗിൾ 2 into x plus y കുറയ്ക്കുക. എന്നിട്ട് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? കാരണം 2 കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരു കെ മതി. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഹിയർ ഇസ് ഐ സബ്ട്രാക്ട് 180 മൈനസ് വാട്ട് 2x plus y and then divide it by 2. അപ്പോൾ എന്ത് കിട്ടും? 180 by 2 90. 2 into x plus y ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? മൈനസ് എക്സ് മൈനസ് വൈ. സോ ഇതാണ് ഈ കെയുടെ വാല്യൂ. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് കെ. സോ ഇഫ് ദിസ് ഇസ് കെ, ഐ നീഡ് ദിസ് എൻറ്റയർ ആംഗിൾ. ഈ മൊത്തം ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ദിസ് എൻറ്റയർ ആംഗിൾ എ ബി സി വിൽ ബി 90 മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് ഒരു എക്സ്ട്രാ വൈ ഇല്ലേ ഇവിടെ? കാണാമല്ലോ നിങ്ങൾക്ക്? യെസ്. സോ പ്ലസ് വൈ. ക്യാൻ യു ക്യാൻസൽ ദീസ് ടു? യെസ്. അങ്ങനെ ബാക്കി എന്താ ഉള്ളത്? 90 മൈനസ് എക്സ്. സോ ആംഗിൾ എ ബി സി എത്രയാണെന്ന് കിട്ടി? യു ഗോട്ട് ഇറ്റ് ആസ് 90 മൈനസ് എക്സ്. ഇനി ആംഗിൾ ഒ എ സി എത്രയാണ്? നമ്മൾ ഓൾറെഡി കൊടുത്തത് ആംഗിൾ ഒ എ സി എക്സ് എന്ന് തന്നെയാണല്ലോ കൊടുത്തത്. അതെ. സോ ആംഗിൾ ഒ എ സി എക്സ് ആണ്, ആംഗിൾ എ ബി സി 90 മൈനസ് എക്സ് ആണ്. സോ വാട്ട് വിൽ ബി ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി? That will be x plus 90 minus x, or which will be equal to 90 degree. ഇതല്ലേ അവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രി ആണെന്ന്. Understood? So angle OAC plus angle ABC is equal to 90 degree and it is proved from the given figure. Okay? ഫിഗറിൽ നിന്നാണ് എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. Draw the figure properly, use the constructions and mark the labelings also. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആംഗിൾസ് മാർക്ക് ചെയ്യുക and then get the correct proof of this question. Okay? Moving on to the next one. Calculate the measure of angle AOC. AOC the measure കണ്ടുപിടിക്കുക. Look at this triangle. ഇതല്ലേ AOC ആണല്ലോ? Yes. If this is 40 degree നമുക്കറിയാം ഇത് എത്രയാണ്? This is 40. If this is 30, ഇത് എത്രയാണ്? 30. ഇതിന്റെ റീസൺ എന്താണ്? OA എന്ന് പറയുന്ന സൈഡ് എന്തിന് ഈക്വൽ ആണ്? OB ക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് അത് സെയിം ആംഗിൾ ആയത്. ഓക്കെ, സോ ദിസ് ഇസ് 40. Now OC എന്ന് പറയുന്ന ഈ സൈഡ് OB ക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് അത് 30 ആയത്. ഓക്കെ, now from this what is angle ABC? Angle ABC എന്ന് പറയുന്നത് എത്രയാണ്? It is 40 plus 30 അല്ലേ? എത്രയാ? 70 degree. Is ABC the angle subtended by AC? AC എന്ന് പറയുന്ന കോഡ് സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ അല്ലേ ABC? ആണല്ലോ. യെസ്. ആ AC എന്ന് പറയുന്ന കോഡ് നടുക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? AOC അല്ലെ? ആംഗിൾ AOC ഏതാണ്? AC എന്ന് പറയുന്ന കോഡ് എവിടെ സബ്റ്റൻഡ് ചെയ്യുന്നു? സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു. സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ AOC എന്ന് പറയുന്നത് മുകളിലെ സെഗ്മെന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ ആണ്. സോ ഇറ്റ് വിൽ ബി 2 into ആംഗിൾ ABC, or it is 2 into 70 degree, or you can also write it as 140 degree. So what is angle AOC? It will be 140 degree. That is the second question. Clear? Moving on to the next one, to find the measure of angle OAB. എന്തിന്റെ മെഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? OAB യുടെ മെഷർ. OAB എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അല്ലേ? I need to find out the measure of that particular angle OAB. So അതെങ്ങനെ കണ്ടുപിടിക്കാം? The code AB. Okay, I have a code AB. AB ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 100 ഡിഗ്രി ആണ്. സോ ഇഫ് ഐ ഡ്രോ അനദർ വൺ ഓവർ ഹിയർ, ഈ 100 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അല്ലേ ഈ ആംഗിൾ? അതെ. സോ ദാറ്റ് മീൻസ് AB ഹാസ് നൗ ടു ആംഗിൾസ്, one on the minor segment, one on the major segment. മൈനർ സെഗ്മെന്റിലും മേജർ സെഗ്മെന്റിലുള്ള ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? They are supplementary. We just studied that. So if I am putting it as M, what will be angle AMB? Can you write it as 180 degree minus 100? That will be nothing but 80 degree. Yes.
സോ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രിയാണ്. സോ ഇഫ് ദിസ് ഇസ് 80, ഈ എ ബി എന്ന് പറയുന്ന കോഡ് ഇവിടെ അല്ലെ സെഗ്മെന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 80 ആണെങ്കിൽ അത് സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ ഡബിൾ അല്ലേ? ആണല്ലോ. യെസ്. ആംഗിൾ എ ഒ ബി എന്താണെന്ന് എഴുതാം? 2 ടൈംസ് ആംഗിൾ എ എം ബി എന്ന് എഴുതാം. എന്താണ് 2 ടൈംസ് എ എം ബി? 2 ടൈംസ് 80 ഡിഗ്രി അഥവാ 160 ഡിഗ്രി. സോ ആംഗിൾ എ ഒ ബി ഇസ് നത്തിങ് ബട്ട് 160. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും നോക്കിയേ, ഈ ട്രയാംഗിൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ബിക്കോസ് ദേ ബോത്ത് ആർ ദ റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ. സോ from this I can say this angle and this angle both are equal. So angle OAB plus angle OBA plus the central angle is 160. This will be equal to 180. So ഇത് രണ്ടും ഞാൻ x എന്ന് കൊടുക്കുകയാണെങ്കിൽ 2x, I have x plus x 2x is plus 160 is equal to 180, or from this 2x is equal to 20, or x is equal to എത്ര കിട്ടും? 20 രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക, എക്സിന് 10 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? ഈ എക്സ് എന്ത് തന്നെയാണ്? നമ്മുടെ ഒ എ ബി അല്ലേ? അതെ. സോ ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ എ ബി ഇസ് ഈക്വൽ ടു 10 ഡിഗ്രി. ആംഗിൾ ഒ എ ബി എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രിയാണ്. ക്ലിയർ? യെസ്. നൗ മൂവിംഗ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. O is the center of the circle. ആംഗിൾ ബി ഒ സി 130 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എ ഒ സി എത്രയാണ്? പിന്നെ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കുക. സോ എ ഒ സി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം ഒരു പോയിന്റിന്റെ ചുറ്റും ഇരിക്കുന്ന ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി. ആ പോയിന്റിന്റെ ചുറ്റും 3 ആംഗിൾസ് ഉണ്ട്. ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള എല്ലാ ആംഗിൾസും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. സോ നമ്മുടെ കയ്യിൽ എ ഒ സി ഇല്ല, പക്ഷേ എ ഒ ബിയും ബി ഒ സിയും ഉണ്ട്. സോ ക്യാൻ യു റൈറ്റ് ആംഗിൾ എ ഒ സി പ്ലസ് എ ഒ ബി എത്രയാണ്? 110 പ്ലസ് ബി ഒ സി എത്രയാണ്? 130. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി. യെസ്. സോ ആംഗിൾ എ ഒ സി ഫ്രം ദാറ്റ് will be 360 minus 240, which will be equal to 120 degree. So this angle over here is nothing but 120 degree. എത്ര ഡിഗ്രി അത്? 120 ഡിഗ്രി ആണ്. അപ്പോൾ AOC കിട്ടി. Now they are asking us to find out the angles of the whole triangle, that is ABC. അപ്പോൾ ABCയുടെ മൊത്തം ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് I am going to find out angle A. So angle A എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ എ എന്ന് പറയുന്ന BC എന്ന് പറയുന്ന കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലേ ആംഗിൾ എ? നോക്കിക്കേ. യെസ്. ഫ്രം ദ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും. ബി സി എന്ന് പറയുന്ന ഈ കോഡ് അല്ലെ, ഈ കോഡ് ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ എ. അതേ ബി സി എന്ന് പറയുന്ന കോഡ് സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 130 അല്ലേ? അതെ. സോ ആംഗിൾ എ എന്ന് പറയുന്നത് അതിന്റെ പകുതി അല്ലേ? സോ ഹാഫ് ഓഫ് 130 എത്രയാ? 65 ഡിഗ്രി. യെസ്. അതുപോലെ ആംഗിൾ ബി എന്ന് പറയുന്നത് ഇതാ. ഇത് ഏത് കോഡാ സബ്റ്റൻഡ് ചെയ്തത്? എ സി എന്ന് പറയുന്ന ഈ കോഡല്ലേ? യെസ്. ആ എ സി എന്ന് പറയുന്ന കോഡ് സെന്ററിൽ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ എത്രയാണ്? 120. അപ്പോൾ ആംഗിൾ ബി എത്രയാണ്? അതിന്റെ പകുതിയല്ലേ? ഹാഫ് ഓഫ് 120, 60 ഡിഗ്രി. യെസ്. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് എ ബി സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ അല്ലേ? യെസ്. സോ ആംഗിൾ സി എന്ന് പറയുന്നത് എ ബി സബ്റ്റൻഡ് ചെയ്തതായതുകൊണ്ട് അത് ഏതിന്റെ പകുതിയായിരിക്കും? എ ബി സബ്റ്റൻഡ് ചെയ്ത സെന്ററിൽ സബ്റ്റൻഡ് ചെയ്ത 110ന്റെ ഹാഫ് ആയിരിക്കും. സോ ഹാഫ് ഓഫ് 110 എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രിയാണ്. ക്ലിയർ? സോ നമുക്ക് എന്തൊക്കെ കിട്ടി? എ ബി സിയുടെ 3 ആംഗിൾസും എ 65, ബി 60 ആൻഡ് സി 55 ഡിഗ്രി. ക്ലിയർ? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക് ഓഫ് എ സർക്കിൾ. എന്തൊക്കെയാണ് റിലേഷൻ? ഒരു കോഡ് എങ്ങനെയാണ് ഒരു സർക്കിളിനകത്ത് ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നത്? അത് മേജർ സെഗ്മെന്റിലും അതുപോലെ മൈനർ സെഗ്മെന്റിലും, അതുപോലെ തന്നെ what are the relation between the angles in both the segments, or alternate segment എന്ന് നമ്മൾ പേര് പറയും അല്ലെ? alternate arc. അപ്പോൾ അതിന്റെ റിലേഷൻ എന്താണ്? ആൻഡ് ഓൾസോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ക്ലിയർ? സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പഠിക്കും. until then, goodbye. Manorama Horizon, learning made simple.